ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്ലസ് വൺ കൊമേഴ്സിൻ്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മളിന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഡേറ്റ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു ചാപ്റ്ററിൽ വന്നിട്ടുള്ളത്. നമുക്ക് പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. കൺവേർഷൻ ഉണ്ട്, നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓൾറെഡി നിങ്ങളുടെ സ്കൂളിൽ ഇത് എടുത്ത് കാണും. എങ്കിലും നമുക്ക് എന്ത് ചെയ്യും, ഒന്ന് പഠിക്കാം കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഭയങ്കര ശ്രദ്ധയോടുകൂടി തന്നെ ഈ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പറയാനുള്ള ചെറിയൊരു കാര്യം പറയാം. നമുക്ക് എന്താണ് ഈ ഒരു എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു PDF അവൈലബിൾ ആണ്. ഇത് തന്നെയാണ്, നിങ്ങൾ ഈ കാണുന്നത് തന്നെയാണ് നമ്മുടെ PDF എന്ന് പറയുന്നത്. ആർക്കെങ്കിലും വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ഇടുക. 80 റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അതുപോലെ ഇതിൻ്റെ ക്ലാസ്സും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് ഇടാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും താമസിക്കാതെ നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഡേറ്റ റെപ്രസെൻറ്റേഷൻ. ഡേറ്റകളെ റെപ്രസെൻറ്റ് ചെയ്യാണ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഡേറ്റാസിനെ റെപ്രസെൻറ്റ് ചെയ്യാണ്. അതിന് നമ്മൾ കുറച്ച് നമ്പർ സിസ്റ്റംസ് യൂസ് ചെയ്യും. അതാണ് ഇവിടെ പഠിക്കുന്നത്. ഈ നമ്പർ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ A number system is a method of writing and representing numbers using a set of symbols. കുറച്ചധികം സിമ്പിൾസിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ എന്തെയാണ്, നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാണ്, കമ്പ്യൂട്ടറിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് റൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് നമ്പർ സിസ്റ്റം. കുറച്ച് സിമ്പിൾസോ ഡിജിറ്റ്സോ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തെയാണ്, നമ്പേഴ്സിനെ റൈറ്റ് ചെയ്യുകയോ റെപ്രസെൻറ്റ് ചെയ്യുകയോ ചെയ്യാണ് കമ്പ്യൂട്ടറിലേക്ക്. ഈ ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. എവരി നമ്പർ സിസ്റ്റം ഹാസ് എ ഫിക്സഡ് നമ്പർ ഓഫ് സിമ്പിൾസ് കോൾഡ് ഇറ്റ്സ് ബേസ് ഓർ റാഡിക്സ്. അപ്പോൾ ഓരോ നമ്പർ സിസ്റ്റത്തിനും നമുക്ക് ടോട്ടൽ 4 നമ്പർ സിസ്റ്റമാണ് പഠിക്കാനുള്ളത്. ഓരോ നമ്പർ സിസ്റ്റത്തിനും എന്തുണ്ട്, ഒരു ബേസ് ഉണ്ടായിരിക്കും. ഇത്രയാണ് ഒരു ഫിക്സഡ് ആയിട്ടൊരു ബേസ് ഉണ്ടായിരിക്കും. ആ ബേസിനെ വിളിക്കുന്ന പേര് ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് നമുക്ക് പറയാം. അത് ഡിജിറ്റ്സ് ആയിരിക്കാം, സിമ്പിൾസ് എന്ന് നമുക്ക് പറയാം. ആ ഒരു സിമ്പിൾസ് ആയിട്ടും കണക്കാക്കാം, ഇല്ലെങ്കിൽ എന്താണ് ഡിജിറ്റ്സ് ആയിട്ടും കണക്കാക്കി തന്നെ വിളിക്കുന്ന പേര് ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ നമ്പർ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് എന്താണ് കുറച്ച് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഡേറ്റാസിനെയൊക്കെ ഒരു നമ്പറിൻ്റെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഏത് യൂസ് ചെയ്തുകൊണ്ട്, സിമ്പിൾസ് അല്ലെങ്കിൽ ഡിജിറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരു മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. എല്ലാ നമ്പർ സിസ്റ്റത്തിനും എന്തുണ്ട്, ഒരു ബേസ് ഉണ്ടായിരിക്കും. അപ്പോൾ നോക്കിയോ, ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം. ടോട്ടലി 4 ടൈപ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഡെസിമൽ ഉണ്ട്, ബൈനറി ഉണ്ട്, ഒക്ടൽ ഉണ്ട്, ഹെക്സാ ഡെസിമൽ ഉണ്ട്. ഏതൊക്കെയൊന്ന് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞേ. ഡെസിമൽ ഉണ്ട്, ബൈനറി ഉണ്ട്, ഒക്ടൽ ഉണ്ട്, ഹെക്സാ ഡെസിമൽ ഉണ്ട് അല്ലേ. ഡെസിമലിൻ്റെ ബേസ് നമ്മൾ പറഞ്ഞ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ബേസ് എല്ലാ നമ്പർ സിസ്റ്റത്തിനും കാണും എന്നുള്ളത്. അപ്പോൾ ഡെസിമലിൻ്റെ ബേസ് എത്രയാണ്? 10 ആണ്. ഡെസിമലിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. ബൈനറിയുടെ ബേസ് എത്രയാണ്? 2 ആണ്. ഒക്ടലിൻ്റെ ബേസ് 8 ആണ്. ഹെക്സാ ഡെസിമലിൻ്റെ ബേസ് 16 ആണ്. അപ്പോൾ നോക്കിയോളൂ, ഡെസിമലിൻ്റെ ബേസ് 10 ആണ്, ബൈനറിയുടെ ബേസ് 2 ആണ്, ഒക്ടലിൻ്റെ ബേസ് 8 ആണ്, ഹെക്സാ ഡെസിമലിൻ്റെ ബേസ് 16 ആണ്. ഇത് മറക്കരുത്. ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഇനിയുള്ള കൺവേർഷനും കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇതെന്ത് ചെയ്യണം, പഠിച്ച് വെച്ചിരിക്കണം. നമുക്ക് ഇവിടെ എളുപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. റാഡിക്സ് അല്ലെങ്കിൽ ബേസ് എന്ന് പറയും. എല്ലാ നമ്പർ സിസ്റ്റത്തിനും ഒരു ഫിക്സഡ് ബേസ് ഉണ്ടായിരിക്കും. ഡെസിമലിന് 10, ബൈനറിക്ക് 2, ഒക്ടലിന് 8, ഹെക്സാ ഡെസിമലിന് 16 ആണ്. നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന നോയ്സ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. കാരണം മൈക്കിന് ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അല്ലാതെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ രീതിക്ക് എക്സ്റ്റേണൽ വോയിസ് ഒക്കെ കേൾക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് എക്സ്ക്യൂസ് ചെയ്തിട്ട് ക്ലാസ് ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന നമ്പർ സിസ്റ്റത്തിൽ വരുന്ന 4 നമ്പർ സിസ്റ്റം ഉണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റാണ് ഡെസിമൽ എന്ന് പറയുന്നത്. നോർമലി നമുക്കറിയാം ഡെസിമൽ എന്ന് വെച്ചാൽ എന്താണ്, നോർമൽ നമ്മുടെ നമ്പേഴ്സ് ആണല്ലേ. 0 to 9 ആണ് നമ്മുടെ നോർമൽ നമ്പേഴ്സ് വരുന്നത്. അപ്പോൾ ഈ നമ്പേഴ്സിനാണ് ഡെസിമൽ എന്ന് പറയുന്നത്. ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സാണ് 0 to 9 എന്ന് പറയുന്നത്. ഇതാണ് ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ ഡെസിമൽ നമ്പേഴ്സിൽ എന്ത് വരില്ല, പോയിന്റ് വരില്ല. പോയിന്റ് വരാത്തതാണ് ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് 10 ഡിജിറ്റ് ആണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഡെസിമലിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. എങ്ങനെയാണ് ഇത് 10 ആവുന്നത്? 0 to 9 വരെ നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ 10 ഡിജിറ്റ്സ് ആണുള്ളത്. 0 ഒരു ഡിജിറ്റ് ആണ്, 1 ഒരു ഡിജിറ്റ് ആണ്, 2 ഒരു ഡിജിറ്റ് ആണ്. അങ്ങനെ നമ്മൾ 9 വരെ കൗണ്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് 10 ഡിജിറ്റ്സ് ആണ്
കിട്ടുന്നത്. അപ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എ പൊസിഷണൽ നമ്പർ സിസ്റ്റം. ഇതൊരു പൊസിഷൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു നമ്പർ സിസ്റ്റം കൺവേർട്ട് ചെയ്യുന്നത്. ദ വാല്യൂ ഓഫ് എ ഡിജിറ്റ് ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് പൊസിഷൻ. എന്ന് വെച്ചാൽ ഓരോ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതിൻ്റെ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്ന് വെച്ചാൽ നമ്മളൊരു നമ്പർ കൊടുക്കുമ്പോൾ ആ നമ്പർ, ഓരോ നമ്പറിന് എന്തുണ്ട്, ഒരു വാല്യൂ ഉണ്ട്. ആ ഓരോ നമ്പറിന് നമ്മൾ വാല്യൂ എന്നാണ് പറയുന്നത്. ആ ഓരോ വാല്യൂസിന് എന്തുണ്ടായിരിക്കും, ഒരു പൊസിഷൻ ഉണ്ടായിരിക്കും. ആ പൊസിഷൻ ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു ഡിജിറ്റിൽ നിന്നായിരിക്കും. 0 ആണ് ആദ്യത്തെ പൊസിഷൻ, രണ്ടാമത്തെ പൊസിഷൻ 1 ആണ്, മൂന്നാമത്തെ പൊസിഷൻ 2 ആണ്, നാലാമത്തെ പൊസിഷൻ 3 ആണ്. ഇങ്ങനെ 9 വരെയുള്ള 10 ഡിജിറ്റ്സ്, 10 പൊസിഷനാണ് ഉള്ളത്. അപ്പം നോക്കിയോളൂ, ഈച്ച് പൊസിഷൻ റെപ്രസെൻറ്റിങ് എ പവർ ഓഫ് 10. നമ്മൾ പറഞ്ഞു ഓരോ പൊസിഷൻ ഏതാണ്, 0, 1, 2, 3 ആണ് പൊസിഷനായിട്ട് വരുന്നത്. അതിൻ്റെ എല്ലാം പവർ എത്രയാണ്, 10 ആണ്. 10ൻ്റെ പവർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ വാല്യൂസിൻ്റെയും പൊസിഷൻ കണക്കാക്കുന്നത്. ഇങ്ങനെയാണ് 10ൻ്റെ പവർ വെച്ചിട്ടാണ് ഓരോ വാല്യൂവിൻ്റെയും പൊസിഷൻ നമ്മൾ കണക്കാക്കുന്നത്. ഇവിടെ നോക്കിയോളൂ, 345 എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കുക, 345 എന്നൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നമെന്നൊന്നുമല്ല, ഒരു പ്രശ്നമല്ല. നമുക്കിതെന്താണ് കൺവേർട്ട് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാം. കൺവേർഷൻ അല്ല, ഇതെങ്ങനെയാണ് അവർ ആ ഒരു പവർ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കാം. അപ്പോൾ നോക്കിയോളൂ, എന്താണ് 345 ആണ് നമ്മുടെ നമ്പർ. 5 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. 5 to 3 ഇങ്ങോട്ടാണ് പോകുന്നത്. എങ്ങനെ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ 5 ആണ് നമ്മുടെ ഫസ്റ്റ് പൊസിഷൻ. ഫസ്റ്റ് പൊസിഷൻ്റെ പവർ എത്രയായിരിക്കും? പവർ 10 തന്നെയാണ്. അതിന് വരുന്ന പൊസിഷന് കൊടുക്കുന്ന വാല്യൂ എത്രയാണ്? 0 ആണ്. നമുക്ക് ഡിജിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 തൊട്ടല്ലേ, അപ്പോൾ ഇവിടുത്തെ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 തൊട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പവർ 10 ആയതുകൊണ്ട് അതിൻ്റെ മുകളിൽ എന്ത് കൊടുക്കും, 0 എന്ന പൊസിഷൻ കൊടുക്കും. അപ്പം നോക്കിയോ, ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത്, ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. 5 × 10⁻⁴ ആണ്. കാരണം എന്താണ്, ഫസ്റ്റ് പൊസിഷൻ 0 ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് 4 ആണ് വാല്യൂ. 4 എന്ന വാല്യൂവിന് നമ്മൾ 10⁻1 എന്ന് കൊടുക്കും. കാരണം സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. ഫസ്റ്റ് പൊസിഷൻ 0 ആണ്, സെക്കൻഡ് പൊസിഷൻ 1 ആണ്. അപ്പോൾ 4ന് നമ്മൾ എന്തെന്ന് കൊടുക്കും, 1 എന്ന പൊസിഷൻ കൊടുക്കും. അപ്പോൾ 4 × 10⁻1, 1 ഒരിക്കൽ മാത്രമേ അവിടെ വരുന്നുള്ളൂ എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ് 10 × 4 എന്ന് പറയുന്നത് എത്രയാണ്, 14 ആണ്. ഇവിടെ നോക്കിയുള്ളൂ, 5 × 10⁻0 ആണ്. 0 എന്ന പൊസിഷൻ വരുമ്പോൾ 1 എന്നാണ് അർത്ഥം. 0 എന്ന പൊസിഷൻ വരുമ്പോഴേക്കും അവിടെ 1 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 1 × 5 എന്ന് പറയുന്നത് 5 തന്നെയായിരിക്കും. എന്തൊരു നമ്പേഴ്സിൻ്റെ കൂടെ മുകളിൽ ⁻0 വന്നു കഴിഞ്ഞാൽ അവിടെ 1 എന്നാണ് അർത്ഥം വരുന്നത്. നിങ്ങൾ ആ ഒരു രീതിക്കാണ് പഠിച്ചു വെക്കേണ്ടത്. 10ൻ്റെ മുകളിൽ ഇല്ലെങ്കിൽ 2ൻ്റെ മുകളിൽ 0 വരികയാണെങ്കിൽ അത് 1 എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ സെയിം ആ ഒരു നമ്പറിനെ 1 കൊണ്ട് എന്ത് ചെയ്യും, ഇൻറ്റു ചെയ്ത് എഴുതും. ഇവിടെ 5നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് 5 എന്ന് തന്നെ കിട്ടി. ഇവിടെ നിൽക്കുള്ളൂ, 10⁻1 ആണ്. 1 ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ചാൽ മതി. 1 ഒരിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 1നെ നമുക്ക് എന്ത് ചെയ്യാം, ആ 10നെ നമുക്ക് എന്ത് ചെയ്യാം, 4 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ നമുക്ക് 14 എന്ന് കിട്ടും. അടുത്ത് നോക്കിയോളൂ, 10 ഇവിടെ 2 പ്രാവശ്യം ഉണ്ട്. അപ്പോൾ 10 × 10 ആണ്. 10 × 10 ആണ് വെച്ചാൽ 10 2 പ്രാവശ്യം ഉണ്ട്. 10 × 10 എത്രയാണ്, 100 ആണ് അല്ലേ. 100നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴേക്കും 300 വരും. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 345 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഡെസിമലിന് എന്ത് ചെയ്യുന്നത്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തത് ബൈനറി നമ്പർ സിസ്റ്റമാണ്. ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ 2 ആണ് അതിൻ്റെ ബേസ് വരുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് യൂസ് ഓൺലി 2 ഡിജിറ്റ്. ഇവിടെ 2 ഡിജിറ്റ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. 2 ബേസേ ഉള്ളൂ. അപ്പോൾ 2 ഡിജിറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊക്കെയാണ് ആ ഡിജിറ്റ് എന്ന് പറയുന്നത്, 0 ആൻഡ് 1 ആണ്. 0, 1 എന്ന 2 ഡിജിറ്റ്സ് മാത്രമേ എവിടെ ഉപയോഗിക്കുകയുള്ളൂ, ബൈനറിയിൽ ഉപയോഗിക്കുകയുള്ളൂ. ഓരോ ഡിജിറ്റിനെയും വിളിക്കുന്ന പേര് ബിറ്റ് എന്നാണ്. ഓരോ ഡിജിറ്റിനെയും വിളിക്കുന്ന പേരെന്താണ്, ബിറ്റ് എന്നാണ്. ദ പൊസിഷൻ ഓഫ് ഈച്ച് ഡിജിറ്റ് റെപ്രസെൻറ്റ് എ പവർ ഓഫ് 2. ഇവിടെ എന്താണ്, ഓരോ ഡിജിറ്റിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത് പവർ ഓഫ് 2 ആയിട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ എക്സാമ്പിളായിട്ട് 1 0 1 1 2 എന്ന് കൊടുത്തിട്ടുണ്ട്. 2 പവർ ആണ്. അപ്പോൾ എന്താണ്, ഇവിടെ നോക്കിയോളൂ, 1 ആണ് നമ്മുടെ ആദ്യത്തെ, റൈറ്റ് കിടക്കുന്ന 1 ആണ് നമ്മുടെ ആദ്യത്തെ പൊസിഷനിൽ കണക്കാക്കേണ്ടത്. 1 × 2 ആണ് പവർ. 2 എന്ന ഫസ്റ്റ് പൊസിഷൻ എന്താണ്, 0 ആണ് അല്ലേ. നമ്മൾ വീണ്ടും അങ്ങനെ പൊസിഷൻ കണക്കാക്കുന്നത് 0 to 9 തന്നെയാണ്. അടുത്ത നോക്കിയോളൂ, അപ്പോഴത് ഇൻറ്റു ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു എന്തിൻ്റെ കൂടെയും ⁻0 ആയി കഴിഞ്ഞാൽ അവിടെ 1 എന്നാണ് അർത്ഥം. അപ്പോൾ 1 × 2⁻0 എന്ന് പറയുമ്പോൾ 1 എന്ന് തന്നെയാണ്. അപ്പോൾ 1 × 1 1. അടുത്തത് 1 × 2⁻1 എന്ന് വെച്ചാൽ എന്താണ്,
2 രണ്ടാമത്തെ പൊസിഷനിൽ കിടക്കുന്നത് 1 ആണ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ നമ്പർ 1 അല്ലേ? എന്ന് വെച്ചാൽ 0 അടുത്ത സെക്കൻഡ് പൊസിഷനിൽ വരുന്നതിന് 1 ആണ് നമ്മൾ പൊസിഷൻ നമ്പർ കൊടുക്കുന്നത്. അപ്പോൾ 2 ആണ് പവറെ റൈസ് ടു 1 എന്ന് പറയുമ്പോഴേക്കും 2 2 ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്നാണ് അർത്ഥം. അപ്പോൾ ആ 2നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അടുത്ത നോക്കിയോളൂ 0 അല്ലേ തേർഡ് പൊസിഷനിൽ കിടക്കുന്നത്. തേർഡ് പൊസിഷൻ എന്ന് പറഞ്ഞാലും അവിടുത്തെ പൊസിഷൻ നമ്പർ എത്ര വരും? 2 ആണ് വരുന്നത് അല്ലേ? 0 1 2 എന്നാണ് വരുന്നത്. അപ്പോൾ എന്താണ് 0 ഇൻറ്റു 2 റൈസ് ടു 2. 0ൻ്റെ കൂടെ എന്ത് ഇൻറ്റു ചെയ്താലും നമുക്ക് 0യെ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ എന്തായിരിക്കും? 0 തന്നെയാണ്. അടുത്ത നോക്കിയുള്ളൂ 1 ഇൻറ്റു ലാസ്റ്റ് എന്താണ് ലെഫ്റ്റിൽ കിടക്കുന്നതാണ്. 1 ഇൻറ്റു 2 റൈസ് ടു ക്യൂബാണ് വരുന്നത്, 3 ആണ് വരുന്നത്. എന്ന് വെച്ചാൽ എന്താണ് 3 പ്രാവശ്യം നമ്മൾ എഴുതി ഇൻറ്റു ചെയ്യണം. 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് എഴുതുമ്പോഴേക്കും നമുക്ക് എന്താണ് കിട്ടുന്നത്? 8 ആണ് കിട്ടുന്നത് അല്ലേ? 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 8. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 കിട്ടും. അപ്പോൾ 8 ഇൻറ്റു 1 എന്ന് പറയുന്നത് 8 തന്നെയാണ്. ഇനി ഇത് ഇത്രയും ആഡ് ആക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 11 എന്ന് കിട്ടും. 11 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഡെസിമൽ നമ്പർ. ബൈനറീനെ നമ്മൾ ഡെസിമലിലോട്ട് ആക്കിയതാണ്. ഇങ്ങനെയൊന്നും മനസ്സിലല്ലേ? ബൈനറി നമ്പർ തന്നിട്ടുണ്ട്, പവർ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തിലേക്ക് മാറ്റി? ഡെസിമലിലേക്ക് മാറ്റി. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് കുറച്ച് കൺഫ്യൂഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം നിങ്ങൾ എന്തെയൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വല്ലാത്ത രീതിയിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് പറയുക. നമുക്കില്ലെങ്കിൽ ഒരു വീഡിയോ കൂടെ ഇതിൻ്റെത് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നോക്കിയുള്ളൂ, ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ MSD ഉണ്ട്, LSD ഉണ്ട്. അതുപോലെ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ MSB ഉണ്ട്, LSB ഉണ്ട്. ഇത് രണ്ടും പറയുന്നത് ഡിജിറ്റും ബിറ്റും ആയിട്ടുള്ള ഒരു രീതിക്കാണ്. എന്ന് വെച്ചാൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റും ഉണ്ട്, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റും ഉണ്ട്. അതുപോലെ ഇവിടെ വരുമ്പോൾ ബിറ്റാണ്. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും ഉണ്ട്, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്കറിയാം ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് ഹാസ് എ ഹയസ്റ്റ് പ്ലേസ് വാല്യൂ ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്കറിയാം ലെഫ്റ്റിലോട്ട് പോകുന്നതോറും പൊസിഷൻ്റെ വാല്യൂ കൂടില്ലേ? 0 1 2 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്തോറും പൊസിഷൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. റൈറ്റിൽ എപ്പോഴും എന്തായിരിക്കും? ലോവസ്റ്റ് പൊസിഷൻ ആയിരിക്കും. എന്താണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ റൈറ്റിലിരിക്കുന്നതിൻ്റെ വാല്യൂ എപ്പോഴും 0 എന്ന് വെച്ചാൽ ലോവസ്റ്റ് പൊസിഷൻ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ബിറ്റ് എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അടുത്ത അതിൻ്റെ ആപ്ലിക്കേഷൻ പറയുന്നുണ്ട്, നോക്കിയോളൂ. കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഓൾ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആർ റെപ്രസെൻറ്റ് യൂസിങ് 0s and 1. നമ്മുടെ എല്ലാ ഡേറ്റ ഇൻഫർമേഷനും ഇൻസ്ട്രക്ഷനും എല്ലാം നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് 0 അല്ലെങ്കിൽ 1 എന്ന രീതിക്കായിരിക്കും. കമ്പ്യൂട്ടർ അത് ഗ്രാബ് ചെയ്യുന്നത് ആ ഒരു രീതിക്കായിരിക്കും. അടുത്ത ഡിജിറ്റൽ ഇലക്ട്രോണിക് യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക് സർക്യൂട്ട് വിച്ച് ഹാവ് 2 സ്റ്റേറ്റ്സ് ഓൺ ആൻഡ് ഓഫ്. ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ എന്താണ് ഉപയോഗിക്കുന്നത്? ബൈനറിയാണ് ഉപയോഗിക്കുന്നത്. അവിടുത്തെ 2 സ്റ്റേറ്റ് ഉണ്ട്, ഓണും ഓഫും എന്ന 2 സ്റ്റേറ്റ്സ് ഉണ്ട്. ആ 2 സ്റ്റേറ്റ്സിൽ 1 0 എന്ന രീതിക്കാണ് പോകുന്നത്. അടുത്ത ഡേറ്റ സ്റ്റോറേജ് ഓൾ ഫയൽസ് ആർ സ്റ്റോർഡ് ഇൻ ബൈനറി ഫോം. എല്ലാ ഡേറ്റയും എല്ലാ കാര്യങ്ങളും ഫയലും സ്റ്റോർ ചെയ്യുന്നത് ബൈനറി ഫോമിലാണ്. കമ്പ്യൂട്ടർ സ്വന്തമായിട്ടത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ബൈനറിയിലായിരിക്കും. എൻക്രിപ്ഷൻ യൂസ്ഡ് ടു സെക്യൂർ ഡേറ്റ ബൈ കൺവേർട്ടിങ് ഇൻഫർമേഷൻ ഇൻറ്റു ബൈനറി കോഡ്. ഇവിടെ എന്താണ് ഡേറ്റ സെക്യൂർ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഫർമേഷനൊക്കെ എന്തിലേക്ക് മാറ്റി വയ്ക്കും? ബൈനറി കോഡ്സിലേക്ക് മാറ്റി വയ്ക്കും. ഇതാണ് ബൈനറിയും ഡെസിമലും തമ്മിലുള്ള ഇതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത ഒക്ടലാണ്. ഒക്ടൽ എന്ന് പറയുമ്പോൾ 8 ആയിരിക്കും ബേസ് വരുന്നത്. 8 ബേസ് വരണമെങ്കിൽ 0 to 7 വരെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് 8 കിട്ടുന്നത്. അല്ല കാൽക്കുലേറ്റ് അല്ല, കൗണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 8 കിട്ടുന്നത്. ഇതൊരു നമ്പർ സിസ്റ്റം. ഈ ഒരു നമ്പർ സിസ്റ്റത്തിൽ 8 ആണ് ബേസ് വരുന്നത്. ഇതിൻ്റെ ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 0 to 7 ആണ്. ഇത് ഷോർട്ട് ആൻഡ് ഈസിയർ ടു റീഡ് ദാൻ ബൈനറിയേക്കാൾ എളുപ്പത്തിൽ നമുക്ക് റീഡ് ചെയ്യാനും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റും എന്നാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ടു ആൻഡ് ഫ്രം ബൈനറി. നമുക്ക് ബൈനറിയിൽ നിന്ന് പെട്ടെന്ന് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. യുണിക്സ് ലിനക്സിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ മെമ്മറി അഡ്രസ്സിനൊക്കെ ചില സിസ്റ്റം ഉപയോഗിക്കുന്നത് ഒക്ടലായിരിക്കും. പിന്നെ എന്താണ് എംബഡഡ് സിസ്റ്റംസ് ലൈക്ക് മൈക്രോ കൺട്രോളേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഒക്ടൽ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ഹെക്സാഡെസിമലാണ്. ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത് ഒരു നമ്പർ സിസ്റ്റമാണ്. അതിൻ്റെ ബേസ് വരുന്നത് 16 ആണ്. നമുക്ക് ആകെ കൂടി
10 ഡിജിറ്റ്സ് അല്ലേ ഉള്ളൂ. 0 to 9 ആണ് നമ്മുടെ ഡിജിറ്റ് വരുന്നത് അല്ലേ. പക്ഷേ ഇവിടെ എങ്ങനെയാണ് 16 വന്നു? ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ എന്തുകൂടെ ആഡ് ചെയ്യും? ലെറ്റേഴ്സ് കൂടെ ആഡ് ചെയ്യും. 0 to 9 വരെ ഡിജിറ്റ്സ് 10 ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ട് ബാക്കി നമ്മൾ എന്താണ് 0 to 9 16 അല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബാക്കി 10 to 15 വരെയുള്ളത് ABCD എന്ന് പറഞ്ഞിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നോക്കിയോളൂ, 0 to 9 വരെ 10 ഡിജിറ്റ്സ് ഉണ്ട്. നമുക്കിനി 16 ഡിജിറ്റ് അല്ലേ വേണ്ടത്. അപ്പോൾ ഇനി 5 ഡിജിറ്റ് കൂടെ ആഡ് ആക്കിയാൽ നമുക്കിനി 6 ഡിജിറ്റ് കൂടെ ആഡ് ആക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 16 ഡിജിറ്റ് ആക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? A to F വരെ കാൽക്കുലേറ്റ് ചെയ്യും. ABCDEF അങ്ങനെ 6 ഡിജിറ്റ്സ് കൂടെ നമ്മൾ ആഡ് ആക്കും. അപ്പോൾ നമുക്ക് 16 കിട്ടും. 6 ഡിജിറ്റ് കൂടെ ആഡ് ആക്കുമ്പോഴേക്കും നമ്മുടെ ബേസ് എത്ര കിട്ടും? 16 കിട്ടും. ഇറ്റ് ഈസ് ഹ്യൂമൻ ഫ്രണ്ട്ലി വേ ടു റെപ്രസെൻറ്റ് ബൈനറി വാല്യൂ. ബൈനറി വാല്യൂവിനെ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹെക്സാഡെസിമൽ യൂസ് ചെയ്ത് കൊണ്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ എളുപ്പമാണ്, പക്ഷെ നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു PDF വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമ്മളിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കൺവേർഷൻ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കൺവേർഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്. അത്രയും ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ചത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. ഞാൻ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതിൽ ചോദിച്ചാൽ മതി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് PDF ക്ലാസ്സോ എന്തെങ്കിലും ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് സെപ്പറേറ്റ് ക്ലാസ് കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? PDF വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്ലസ് ആൻഡ് കൊമേഴ്സിൻ്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ഫ്രീ ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പാണ്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. ടാറ്റാ.